അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും കാസർകോട്ടേക്കുള്ള കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ മത്സരയോട്ടത്തിന് കുറവില്ല. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ കള്ളക്കേസിൽ കൊടുക്കുന്നതായുള്ള പരാതികളും വ്യാപകമാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 6 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ അപകടമുണ്ടായിട്ടും കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ മത്സരയോട്ടത്തിന് കുറവില്ല. ട്രാഫിക് നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് മംഗളൂരു കാസർഗോഡ് ദേശസാൽകൃത റൂട്ടിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കാലപ്പഴക്കം ചെന്ന ബസ്സുകളും തേഞ്ഞു തീർന്ന ടയറുകളും കാരണം പലപ്പോഴും കർണാടക RTC ബസ്സുകൾ റോഡിൽ തകരാറിലാകുന്നത് പതിവാണ്. എന്നിട്ടും ഇത്തരം വാഹനങ്ങൾക്ക് പകരം പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കൂടാതെ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകടങ്ങൾക്ക് മറ്റൊരു കാരണം. യോഗ്യതയില്ലാത്ത ഡ്രൈവർമാരെയാണ് പ്രസ്തുത റൂട്ടിൽ കൂടുതലായും കർണാടക നിയമിച്ചിരിക്കുന്നതെന്നാണ് പൊതുവിലുള്ള ആക്ഷേപം. ദേശീയപാതയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായതോടെ അപകടങ്ങളും വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലേത്. ഇത്തരം അപകടങ്ങളൊക്കെ ഏറെയും ഇടയാക്കുന്നത് കർണാടകയുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളും. ഇവിടെ സർവീസ് നടത്തുന്നത് KSRTCകൾ മാത്രമാണ്. അതിൽ കർണാടക KSRTC വളരെ അമിത വേഗതയിലാണ് പോകുന്നത്. ഡ്രൈവർമാർക്കാണെങ്കിൽ ഒരു നെറ്റ് വരാനുമില്ല. ഒരു പരിചിതരായ ഡ്രൈവർമാരല്ല അതിലുള്ളത്. ഇപ്പോൾ തലപ്പാടി ബോർഡറിൽ വെച്ചത് ഒരു വലിയ അപകടമുണ്ടായി. 6ഓളം ആൾക്കാർ മരണപ്പെടാനും കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടായത്. മംഗലാപുരത്തേക്ക് കാസർഗോഡ് നിന്നും പോയിക്കൊണ്ടുണ്ടായിരുന്ന ബസ് അമിത വേഗത കാരണം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടാതെ അതൊരു കറക്കം കറങ്ങി അങ്ങേ ഭാഗത്തുണ്ടായിരുന്ന, അതായത് പടിഞ്ഞാറ് ഭാഗത്തിലൂടെ പോയിക്കൊണ്ടുണ്ടായിരുന്ന ബസ് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് 2 കറക്കം കറങ്ങിപ്പോയി ഓട്ടോറിക്ഷയ്ക്ക് ഇടിച്ചിട്ടാണ് വലിയൊരു അപകടമുണ്ടായി. അതിനുശേഷം വീണ്ടും കറങ്ങിയിട്ട് ഇത് താഴെ പോയി റിവേഴ്സിൽ പോയി വേറൊരു ഓട്ടോറിക്ഷക്കും ഇടിക്കുകയുണ്ടായി. ഇത്രയും വലിയ ഒരു രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള കാരണം ഒന്ന് അമിത വേഗതയാണ്, ഒരു സൂക്ഷ്മതയില്ലാതെ ബ്രേക്ക് അപ്ലൈ ചെയ്തതാണ്. അതുപോലെ തന്നെ ടയർ ഫുള്ള് ബോളാണ്, കഷണ്ടി തല പോലെയുള്ള ഒരു ടയറാണ് അതിലുള്ളത്. സർവീസ് റോഡുകൾ മാത്രം ഉപയോഗിക്കേണ്ട KSRTC ബസ്സുകൾ പലപ്പോഴും പ്രധാന പാതയിലൂടെ സഞ്ചരിക്കുന്നതായും സർവീസ് റോഡിലും പ്രധാന പാതയിലും ഒരുപോലെ മത്സരയോട്ടം നടത്തുന്നതായും നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. യാത്രക്കിടെ ചില ഡ്രൈവർമാർ പാൻ മസാലയടക്കമുള്ള ലഹരി വസ്തുക്കളും ഹെഡ്സെറ്റുമൊക്കെ ഉപയോഗിക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇരുചക്ര സ്വകാര്യ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുകയും തുടർച്ചയായി പരിശോധന നടത്തുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ RTC ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ ചെറുവിരലനക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ യാത്രക്കാരോ പൊതുപ്രവർത്തകരോ പരാതി പറഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുന്നതായുള്ള ആരോപണവുമുണ്ട്. ഇത്തരം തെറ്റായ പ്രവണതകൾക്കെല്ലാം അടിയന്തരമായി അറുതി വരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ആരെങ്കിലും പാസഞ്ചറോ അല്ലെങ്കിൽ സാധാരണക്കാരോ ഈ KSRTCയുമായി ബന്ധപ്പെട്ട കർണാടക ബസ്സുകാരോട് ചോദിച്ചാൽ അവർ കേസ് നൽകുകയും ഈ പാവപ്പെട്ട സാധാരണക്കാർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ട്. അതിനെതിരെയും ജനങ്ങൾക്കിടയിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കർണാടക KSRTC നടത്തുന്ന ഈ പ്രവർത്തികൾക്കെതിരെ ശക്തമായ ജനകീയമായ പോരാട്ടവും പ്രതിഷേധവും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ഉപ്പള.